മലയാളികൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത രാജ്യത്തിന്റെ തന്നെ അഭിമാനമായ സസ്യശാസ്ത്രജ്ഞനായിരുന്നു പത്മശ്രീ ഡോക്ടർ കെ.എസ്. മണിലാൽ. സസ്യഗവേഷണത്തിനായി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച മഹാപ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം 50 വർഷം നീണ്ട ഗവേഷണ പ്രവർത്തനം വഴി ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകൻ കൂടിയാണ് അദ്ദേഹം. കോഴിക്കോട്ടെയും സൈലന്റ് വാലിയിലെയും സസ്യവൈവിധ്യത്തെക്കുറിച്ച് മണിലാലിന്റെ നേതൃത്വത്തിൽ നടന്ന വർഷങ്ങൾ നീണ്ട പഠനങ്ങളും ഏറെ പ്രസിദ്ധമാണ്. സൈലന്റ് വാലിയുടെ ഹൃദയത്തുടിപ്പറഞ്ഞ് കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ കൊടും വനത്തിൽ 400ഓളം ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി അദ്ദേഹവും സംഘവും കണ്ടെത്തിയത് ശാസ്ത്രത്തിന് തന്നെ വിസ്മയമേ മാറിയ 1000-ലധികം ഇനം സസ്യങ്ങളെയാണ്. 17-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആൻഡ്രിയാൻ വാൻ റീഡാണ് കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് 12 വാല്യങ്ങളുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് തയ്യാറാക്കിയത്. ഡച്ച് തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആ ലാറ്റിൻ ഗ്രന്ഥം 3 നൂറ്റാണ്ടിന് ശേഷം മണിലാലിന്റെ പ്രവർത്തന ഫലമായാണ് ആദ്യമായി ഇംഗ്ലീഷിലും മലയാളത്തിലും എത്തിയത്. 1958 മുതൽ അദ്ദേഹം നടത്തിയ പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനമാണ് 2003-ൽ ഹോർത്തൂസിന്റെ ഇംഗ്ലീഷ് പതിപ്പിന്റെയും 2008-ൽ മലയാളം പതിപ്പിന്റെയും പ്രസിദ്ധീകരണത്തിലേക്ക് നയിച്ചത്. കേരള സർവകലാശാലയാണ് ഹോർത്തൂസ് ഇംഗ്ലീഷ് മലയാളം പതിപ്പുകൾ പ്രസിദ്ധീകരിച്ചത്. അതിനിടെ റോയൽ സൊസൈറ്റി നഫീൽഡ് ഫൗണ്ടേഷൻ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട മണിലാൽ 1971-ൽ ബ്രിട്ടനിൽ സസ്യശാസ്ത്ര ഗവേഷണം നടത്തി. 1970-74 കാലത്താണ് കോഴിക്കോട് നഗരത്തിലെയും പരിസരത്തെയും സസ്യസമ്പത്തിനെക്കുറിച്ച് മണിലാലിന്റെ നേതൃത്വത്തിൽ പഠനം നടന്നത്. 1981-85 കാലത്ത് സൈലന്റ് വാലിയിലെ സസ്യവൈവിധ്യത്തെക്കുറിച്ച് മണിലാലും കൂട്ടരും നടത്തിയ പഠനം ആ അമൂല്യ മഴക്കാടുകളെ സംരക്ഷിക്കുന്നതിന് സഹായകമായി. ഒരു കാലത്ത് ഇന്ത്യൻ ഗവേഷകർക്കിടയിൽ അവഗണിക്കപ്പെട്ട സസ്യവർഗീകരണ ശാസ്ത്രത്തിന് അഥവാ ടാക്സോണമിക്ക് പുതുജീവൻ നൽകാനും മണിലാലിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ വഴിവെച്ചു. കാലിക്കറ്റ് സർവകലാശാല കേന്ദ്രമായി 1989-ൽ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ആൻജിയോസ്പേം ടാക്സോണമി സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത മണിലാൽ അതിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു. ആ സംഘടനയുടെ നേതൃത്വത്തിൽ 1991-ൽ പ്രസിദ്ധീകരണം ആരംഭിച്ച റീഡിയ ഗവേഷണ ജേർണലിന്റെ ചീഫ് എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇന്നത്തെ അത്ര സൗകര്യങ്ങളോ വിനിമയ ബന്ധങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് ഏതാണ്ട് 400 രാത്രികളാണ് ഡോക്ടർ കെ.എസ്. മണിലാലും സംഘവും സൈലന്റ് വാലിയിൽ ചെലവിട്ടത്. കണ്ടെത്തിയതാകട്ടെ ലോകത്ത് തന്നെ ശാസ്ത്രവിസ്മയമേ മാറിയ 1000-ലധികം സ്പീഷ്യസ് സസ്യങ്ങളെയും. 70കളുടെ തുടക്കത്തിലാണ് സൈലന്റ് വാലിയിൽ കുന്തിപ്പുഴയ്ക്ക് കുറുകെ വലിയ ഡാം നിർമ്മിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. അതിനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് ചുമതല നൽകുകയും ചെയ്തു. പദ്ധതി പ്രഖ്യാപനവും തുടർ നടപടികളും വൻ പ്രതിഷേധത്തിനിടയാക്കി. ആ പ്രതിഷേധങ്ങളിൽ കേരളത്തിലെ ശാസ്ത്ര സമൂഹവും പരിസ്ഥിതി പ്രവർത്തകർക്കൊപ്പം മുൻനിരയിലുണ്ടായിരുന്നു. ഇതിന് മറുമരുന്ന് എന്ന നിലയിലാണ് KSCB അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സസ്യശാസ്ത്ര വിഭാഗം തലവനായ BK നായരുടെ നേതൃത്വത്തിൽ പഠനസംഘത്തെ നിയോഗിച്ചത്. BK നായർ കമ്മിറ്റി ഗവൺമെന്റ് തീരുമാനത്തെ പൂർണ്ണമായും സാധൂകരിക്കുന്ന റിപ്പോർട്ട് നൽകി. ഡോക്ടർ കെ.എസ്. മണിലാൽ അന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇതേ വിഭാഗത്തിൽ BK നായരുടെ സഹ അധ്യാപകനായിരുന്നു. ഉഷ്ണമേഖല ആർദ്ര മഴക്കാടായ സൈലന്റ് വാലിയിൽ 240 സ്പീഷ്യസ് സസ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന BK നായർ കമ്മിറ്റിയുടെ കണ്ടെത്തൽ ശാസ്ത്ര സമൂഹത്തിനിടയിൽ പൊതുവെ അമ്പരപ്പ് സൃഷ്ടിച്ചിരുന്നു. ഈ സന്ദർഭത്തിലാണ് സൈലന്റ് വാലിയിൽ പോയി പഠനം നടത്താൻ ഒരു പ്രോജക്റ്റ് ഡോക്ടർ മണിലാലിന് കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകുന്നത്. പ്രോജക്റ്റിനൊപ്പം ഒരു സാധ്യതാ പഠനം കൂടി നൽകിയിരുന്നു. സൈലന്റ് വാലി വിവാദമായ സന്ദർഭത്തിൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ 40ഓളം ഗവേഷകരെ വെച്ചുകൊണ്ട് വൻ സന്നാഹങ്ങളോടെ ഒരു പഠനം ഇതിനിടയിൽ നടത്തുന്നുണ്ടായിരുന്നു. ആ പഠനം എങ്ങുമെത്താതെ നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത്. അപ്പോഴാണ് മണിലാലിന്റെ പഠനത്തിന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് അനുവാദം നൽകിയത്. സൈലന്റ് വാലിയുടെ പാരിസ്ഥിതിക നില എന്താണെന്നുള്ള അന്വേഷണം നടത്തുക എന്നതായിരുന്നു ഡോക്ടർ മണിലാലിനെ ഏൽപ്പിച്ച ദൗത്യം. 1980-ൽ മണിലാൽ സൈലന്റ് വാലി പഠനം ആരംഭിച്ചു. മണിലാലിനെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളായിരുന്ന CR സുരേഷും C സതീഷ് കുമാർ, T സാബു എന്നിവരുമായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലേശങ്ങൾ നിറഞ്ഞ വനജീവിതത്തിനെ പറ്റി മണിലാൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങോട്ടേക്കുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. വനത്തിന്റെ അതിർത്തിയിൽ എത്തണമെങ്കിൽ ജീപ്പ് വേണം. പഠനത്തിന് ജീപ്പ് വേണമെന്നാവശ്യപ്പെട്ടാൽ 1 വർഷം വീണ്ടും വൈകും. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അത് അപ്പോൾ തന്നെ തുടങ്ങാനായിരുന്നു ഞങ്ങൾക്ക് തിടുക്കം. ആദ്യം സർവകലാശാലയുടെ ജീപ്പ് എടുത്ത് ഞങ്ങൾ പോയി. അട്ടപ്പാടി വഴിയായിരുന്നു വനത്തിൽ കയറിയത്. വഴി കാണിക്കാൻ അന്ന് സൈലന്റ് വാലിയിലെ വഴികാട്ടിയായ ഹംസയും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ വഴികാട്ടികളെ കൂടെ കൂട്ടിയിരുന്നെങ്കിലും പിന്നെ അവരെ ഒഴിവാക്കി. സമയമെടുത്തുള്ള അന്വേഷണങ്ങൾക്ക് അവർ ബാധ്യതയായി മാറിയിരുന്നു. ആനകളും കരടികളും ഉൾപ്പെടെ വന്യജന്തുക്കൾ ധാരാളമായി ഉള്ള അവിടെ അട്ടശല്യം അസഹനീയമായിരുന്നു.
ആദ്യമൊക്കെ നായ്ക്കുറണ പോലെയുള്ള വിഷച്ചെടികൾ ഞങ്ങളുടെ ശരീരത്തിൽ ഉരഞ്ഞ് കടുത്ത ചൊറിച്ചിലും പനിയും ഉണ്ടാകും. അങ്ങനെ നിരവധി പ്രാവശ്യം ഞങ്ങളിൽ പലരും ആശുപത്രിയിലായി. ഈ ചെടികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്റെ ഉപദ്രവം ഒഴിവായി. 400 രാത്രികളാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സൈലന്റ് വാലിയിൽ ഗവേഷണത്തിനായി ചിലവഴിച്ചത്. സൈലന്റ് വാലിയിൽ വർഷത്തിൽ 3/4 പങ്കും ദിവസങ്ങളിൽ മഴയായിരിക്കും. ഇന്നത്തെ പോലെ അന്ന് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സ്ലീപ്പിംഗ് ബാഗ് ഒന്നുമില്ലല്ലോ. ഏതെങ്കിലും മരത്തിന് കീഴിൽ ചുറ്റുമായി മരത്തിനോട് ചേർന്നിരിക്കും. തലമൂടി പ്ലാസ്റ്റിക് ഷീറ്റ് ഇടും. അങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിക്കും. രാത്രി താമസിക്കുന്നതിന് ചുറ്റും 2 അടി താഴ്ചയിൽ ട്രെഞ്ച് കുഴിക്കണം. എന്നിട്ട് അതിൽ മരക്കൊമ്പുകളും ഉണക്കിയിലകളും ഒക്കെ ഇട്ട് കത്തിക്കണം. ആദ്യമൊക്കെ അത് ചെയ്തു. പിന്നീട് അത് ബുദ്ധിമുട്ടായി. മഴയിൽ കുതിർന്നു നിൽക്കുന്ന കാട്ടിൽ എവിടെ നിന്നാണ് കത്തുന്ന വിറക് കിട്ടുക? പച്ചയ്ക്ക് കത്തുന്ന വിറകും കാട്ടിലുണ്ട്. അത് ദുർലഭം. പിന്നെ ട്രെഞ്ച് കുഴിക്കാതെയായി. രാത്രികളിൽ വിഷപ്പാമ്പുകളും ആനയും കരടിയും ഭീതി പരത്തി അരികിലൂടെ കടന്നുപോയിട്ടുണ്ടെന്നും ഒക്കെയാണ് ഡോക്ടർ മണിലാൽ സംഭവബഹുലമായ തന്റെ സൈലന്റ് വാലി ഗവേഷണത്തിനെ പറ്റി പറഞ്ഞത്. 1984 ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിക്കുന്നതിൽ മണിലാലിന്റെ നിരീക്ഷണങ്ങൾക്കും വലിയ പങ്കുണ്ട്. സൈലന്റ് വാലി സംരക്ഷിക്കാൻ തീരുമാനമെടുത്ത ശേഷം മണിലാലിനും സംഘത്തിനും സൈലന്റ് വാലിയിൽ നിന്നും പുതുതായി കണ്ടെത്താൻ കഴിഞ്ഞ ഓർക്കിഡ് ചെടിക്ക് ഫെലേറിയ ഇന്ദേര എന്ന പേര് നൽകിയത് ഈ ഗവേഷണത്തിലെ കൗതുകം നിറഞ്ഞ ഒന്നായി മാറി. സൈലന്റ് വാലി അന്വേഷണ പഠനങ്ങൾക്ക് ശേഷം 40 ഗവേഷണ പ്രബന്ധങ്ങളാണ് മണിലാലും സഹായികളും ചേർന്ന് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത്. ഇതിൽ പലതും അന്തർദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ചു. യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും നിരവധി ഗവേഷകർ ഈ പഠനങ്ങളുടെ ചുവട് പിടിച്ച് സൈലന്റ് വാലിയിലേക്ക് എത്തി. അങ്ങനെ സൈലന്റ് വാലി ആഗോളതലത്തിൽ ശാസ്ത്ര ഗവേഷണത്തിന്റെ ലബോറട്ടറിയായി മാറിയെന്ന് പറയാം. കാട്ടുങ്ങൽ എ സുബ്രഹ്മണ്യത്തിന്റെയും കെ ദേവികയുടെയും മകനായി 1938 സെപ്റ്റംബർ 17 പറവൂർ വടക്കേക്കരയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം മധ്യപ്രദേശിലെ സാഗർ സർവകലാശാലയിൽ നിന്ന് 1964 സസ്യശാസ്ത്രത്തിൽ PhD നേടി. ആ വർഷം തന്നെ കേരള സർവകലാശാലയുടെ കാലിക്കറ്റ് സെന്ററിൽ ബോട്ടണി വകുപ്പിൽ അധ്യാപകനായി ചേർന്ന അദ്ദേഹം പിന്നീട് കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്നപ്പോൾ അവിടെ ബോട്ടണി വകുപ്പിന്റെ ഭാഗമായി. 1976 പ്രൊഫസറായി സ്ഥാനക്കയറ്റം കിട്ടിയ മണിലാൽ 1986 സീനിയർ പ്രൊഫസറും വകുപ്പ് മേധാവിയുമായി. ഹോർത്തൂസ് ഇംഗ്ലീഷ് മലയാളം പതിപ്പുകൾ ഉൾപ്പെടെ ഒരു ഡസനിലേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. ഫ്ലോറ ഓഫ് കാലിക്കറ്റ്, Flora of Silent Valley, Botany and History of Hortus Malabaricus, and Interpretation of Van Reed's Hortus Malabaricus, Hortus Malabaricus and the Socio-Culture Heritage of India എന്നീ ഗ്രന്ഥങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. 200-ലേറെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മണിലാൽ 19 പുതിയ സസ്യയിനങ്ങളെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തി. 4 സസ്യയിനങ്ങൾ ഇന്നും അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നതും. ശാസ്ത്രമേഖലയിൽ നൽകിയ സംഭാവനകളെ പരിഗണിച്ച് 2020 രാഷ്ട്രം അദ്ദേഹത്തെ പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചത്. സസ്യവർഗീകരണ ശാസ്ത്രത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി 2003 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം EK ജാനകി അമ്മാൾ പുരസ്കാരവും സമ്മാനിച്ചിട്ടുണ്ട്. ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.